നമസ്കാരം. അർദ്ധരാത്രിയിൽ ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ തന്നെ ഫീൽഡ് മാർഷൽ അസിം മുനീറാണ് എന്നുള്ളതാണ്. അസിം മുനീർ ഇത് വളരെ വലിയ ഗൂഢാലോചനയ്ക്ക് ശേഷം നടത്തിയ സംഭവം തന്നെയാണ്. കാരണം ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് അസിം മുനീർ. 2016-2017 കാലഘട്ടത്തിൽ IRGCയുമായിട്ടും ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുമായിട്ടും അസിം മുനീർ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇറാനിലെ ആർമിയുമായിട്ടും നേരിട്ട് ബന്ധമുണ്ടായിരുന്നു അസിം മുനീറിന്. അസിം മുനീറിന് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ഒരു ശത്രു രാജ്യം പോലെയാണ്. ബലൂജ് ആർമി അതിൻ്റെ പേരിലാണ്, അതായത് തീർത്തും പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ബലൂജ് ആർമി തന്നെ രൂപം കൊണ്ടത്. ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വ്യത്യസ്ത രാജ്യത്തിന് തന്നെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൊടുക്കുവാനായിട്ട് പാകിസ്ഥാൻ തയ്യാറല്ല. പാകിസ്ഥാൻ വീണ്ടും നിരന്തരം ഇവരെ ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പാകിസ്ഥാൻ്റെ ആർമി തന്നെയാണ്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബലൂചിസ്ഥാനിൽ ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. അവർക്ക് വേണ്ട യാതൊന്നും നൽകുവാനായിട്ട് പാകിസ്ഥാൻ തയ്യാറുമല്ല. അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടാണ് ബലൂചികളെ പാകിസ്ഥാൻ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് നേരെ അവർ നിരന്തരമായി പ്രക്ഷോഭം ഉയർത്തുന്നതും കലാപക്കൊടി ഉയർത്തുന്നതുമൊക്കെ. പക്ഷേ പാകിസ്ഥാൻ ഇവരെ ഒരു ശത്രു രാജ്യമായിട്ട് കണക്കിലെടുക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ അവരെ നേരിട്ടാൽ പോരെ. പക്ഷേ ഇറാനെ ഉപയോഗിച്ചുകൊണ്ടൊരു പ്രോക്സി യുദ്ധമാണ് ഇപ്പോൾ ബലൂചിസ്ഥാന് നേരെ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അസിം മുനീർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അസിം മുനീറിനെ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പരിഗണിക്കേണ്ട എന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ ട്രംപിനോട് നിർദ്ദേശം വച്ചിരുന്നു. അതായത് അസിം മുനീർ ഈ ചർച്ചയെ അട്ടിമറിക്കും, വലിയ രീതിയിൽ അപകടകാരിയാണ് അസിം മുനീർ. അസിം മുനീറുമായിട്ട് ഈ വിഷയങ്ങൾ കണക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി ട്രംപിന് നേരിടും, അമേരിക്കയ്ക്ക് നേരിടും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ട്രംപിന് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അസിം മുനീറിനെ മാറ്റി നിർത്തുവാനാണ് ഇപ്പോഴുള്ള ശ്രമം. എന്തായാലും പാകിസ്ഥാൻ നാണം കെട്ടുപോലും ഈ പശ്ചിമേഷ്യൻ സമാധാനത്തിന് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇസ്രായേൽ ഇവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെന്ന് പറയുന്നത് ഒരു ആഗോള ഭീകരവാദ രാജ്യമാണെന്ന്. പാകിസ്ഥാനിൽ ഒരു 12ഓളം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആഗോള ഭീകരവാദ രാജ്യമാണെന്ന് അമേരിക്കയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇറാനും പൊതുവിൽ പാകിസ്ഥാന് താല്പര്യമില്ല. പക്ഷേ ഗതികേട് കൊണ്ട് പാകിസ്ഥാൻ മാത്രമാണ് ഈ രീതിയിൽ എല്ലാവരുടെ മുന്നിലും വാലാട്ടി നിൽക്കുന്നത്. കാരണം പാകിസ്ഥാൻ അതിൻ്റേതായ ആവശ്യമുണ്ട്. പാകിസ്ഥാനിൽ അതിരൂക്ഷമായിട്ടുള്ള ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ഊർജ്ജ പ്രതിസന്ധിയോടൊപ്പം തന്നെ ധനദൗർലഭ്യം. പാകിസ്ഥാൻ ഇനി ഒരിടത്തുനിന്നും IMFൽ നിന്നായിക്കോട്ടെ, വേൾഡ് ബാങ്കിൽ നിന്നായിക്കോട്ടെ, ഒരിടത്തുനിന്നും കടം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. സൗദി അറേബ്യ ഇനി പാകിസ്ഥാനെ സഹായിക്കുവാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ അവരോട് ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർക്ക് ആയുധവും അതോടൊപ്പം തന്നെ സൈന്യവും നൽകാമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു രാജ്യം സൗദി അറേബ്യയെ ആക്രമിക്കുന്ന സമയത്ത് ആയുധവും സൈന്യവും നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇറാനായിപ്പോയി നിർഭാഗ്യവശാൽ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അസിം മുനീർ അവരുടെ സൈന്യത്തെ വിട്ടു നൽകിയില്ല. പരമാവധി നല്ല രീതിയിൽ സൗദി അറേബ്യയെ കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇനി പാകിസ്ഥാനെ സഹായിക്കുവാനായിട്ട് സൗദി അറേബ്യ മുന്നോട്ട് വരില്ല. അതോടൊപ്പം തന്നെ UAE പാകിസ്ഥാൻ്റെ വിസ നിഷേധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴുള്ളത്. അതിൽ നിന്ന് കരകയറുവാനാണ് ഈ പശ്ചിമേഷ്യൻ സമാധാന പ്രശ്നവും ഒരു ബ്രോക്കർ രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഒരു രീതിയിലുള്ള ബെനിഫിറ്റും കിട്ടില്ല എന്നിപ്പോൾ പാകിസ്ഥാന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം ചർച്ച അടിയന്തരമായി പരിഹരിക്കേണ്ട ഈ വിഷയം നീണ്ടു പോവുകയാണ്. പാകിസ്ഥാൻ ഇടപെട്ടാൽ എന്തായാലും ആ ചർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. കഴിഞ്ഞ 2 സമയത്തും ഈ ചർച്ച വച്ചിരുന്നുവെങ്കിലും ഈ ചർച്ച നടക്കാത്തതുകൊണ്ട് തന്നെ അതുവഴിയും പാകിസ്ഥാൻ കുറേ നഷ്ടമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യത്തെ ചർച്ച നടന്ന സമയത്ത് ഈ ചർച്ച സംഘടിപ്പിച്ച സെറീന ഹോട്ടലിൽ ബില്ലടയ്ക്കാൻ പോലും പാകിസ്ഥാൻ്റെ കയ്യിൽ കാശില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങേയറ്റം ദരിദ്രമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിലേക്കുള്ളൊരു ആക്രമണം നടത്തുവാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ 8 തവണയോളം ഹമാസിൻ്റെ അവരുടെ ഒരു നേതാവ് നജീർ
നജി സഹീർ എന്ന് പറയുന്ന ഹമാസ് നേതാവ് പാകിസ്ഥാനിൽ പലതവണ സന്ദർശനം നടത്തി. അയാൾ ലഷ്കർ ഇ ത്വയ്ബ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി, ജെയ്ഷെ മുഹമ്മദ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി, ചില റാലിയൊക്കെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അത്തരത്തിൽ വളരെ സജീവമായിട്ട് ഹമാസ് നേതാക്കന്മാർ പാകിസ്ഥാനിലെത്തുന്നുണ്ട്. അങ്ങനെ ഭീകരവാദം ചിട്ടപ്പെടുത്തിയതിന് ശേഷം പഹൽഗാം മോഡൽ ഒരു ആക്രമണത്തിന് പോലും പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒരു യുദ്ധസമാനമായൊരു സാഹചര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മോക്ക് ഡ്രിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പഞ്ചാബിലും ചണ്ഡീഗഡിലുമൊക്കെ മോക്ക് ഡ്രിൽ നടത്തുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഏത് സമയത്തും യുദ്ധമുണ്ടാകും എന്നതിനുള്ളൊരു സൂചന തന്നെയാണിത്. പാകിസ്ഥാൻ എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പുനരാരംഭിച്ചാൽ തീർച്ചയായും പാകിസ്ഥാന് പല പ്രവിശ്യകളും നഷ്ടമാകും, POK ഉൾപ്പെടെ നഷ്ടമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം POK ഭാരതത്തിൽ ചേരേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NDA സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ നൽകിയ ഒരു ഉറപ്പാണ്. എന്തായാലും ഈ POK എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് വനിതാ സംവരണ ബില്ലിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും POK ഉടൻ തന്നെ ഭാരതത്തോട് ചേർക്കുവാനുള്ള സകല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും POK ഭാരതത്തോട് ചേർക്കും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു രാജ്യമുണ്ടാകും, അതോടൊപ്പം തന്നെ പഞ്ചാബും സിന്ധും മറ്റൊരു രാജ്യമായി മാറും. അങ്ങനെ പല രാജ്യങ്ങളായിട്ട് പാകിസ്ഥാൻ പിരിയാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ തന്നെ ചെയ്തികൾ കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം സംഭവിച്ചതും. എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ നല്ല ഉഗ്രൻ പണി തന്നെയാണ് പാകിസ്ഥാന് കൊടുക്കുന്നതും. ഏതായാലും ഇറാൻ ബലൂചിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണം തീർച്ചയായിട്ടും പാകിസ്ഥാനെ അടിമുടി ഉലയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അസിം മുനീർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തിയതാണെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ തന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം സുന്നികൾ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ഷിയകൾക്ക് വേണ്ടിയിട്ട് സുന്നികളെ ആക്രമിച്ച ഒരു പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലെ പിന്നീട് പാകിസ്ഥാൻ വച്ചു പൊറുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.